ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ പിതാവായ അബ്രാഹത്തെക്കുറിച്ച് തിരുവചനത്തിൽ സാക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: 100 വയസ്സായ അവൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെപ്പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. അവൻ അത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചു കൂടിയാണ്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. ദൈവത്തിൻ്റെ വിശ്വാസം, നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം. പിതാവായ അബ്രാഹാം മരണം കാണുന്ന അവസ്ഥയിൽ, മൃതപ്രായനായിരിക്കുന്ന അവസ്ഥയിൽ, ഇനി എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല, എൻ്റെ ഭാര്യയെക്കൊണ്ടും ഒന്നിനും സാധിക്കില്ല എന്ന് കൃത്യമായിട്ടും അറിയാമായിരുന്നിട്ടും ദൈവത്തിൻ്റെ വചനത്തിലും വാഗ്ദാനത്തിലും വിശ്വസിച്ച് ജീവിച്ച ആ പിതാവ് ദൈവമഹത്വം ദർശിച്ചു. അതുപോലെ തന്നെ നാമും വിശ്വാസത്തിൽ ഉറച്ച് നമുക്ക് ഒരു തരത്തിലും രക്ഷ കിട്ടാൻ സാധ്യതയില്ല, ഒരു തരത്തിലും ഇതിലൊരു പ്രവർത്തനവും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്ന ഇടങ്ങളിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന ഉത്തമമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ പിതാവായ അബ്രാഹത്തിലൂടെ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഞാൻ സകല മർത്യരുടെയും ദൈവമാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടുന്ന് ചോദിക്കുന്നു. നമുക്കും ഈ വിശ്വാസത്തിൽ ഉറപ്പ് നേടിക്കൊണ്ട് ജീവിക്കാം. നമ്മുടെ വിശ്വാസം എപ്പോഴും ഉറച്ചതാകട്ടെ. നിങ്ങളെയും നീതീകരിക്കും ദൈവം, നിങ്ങളോടും കരുണ കാണിക്കും ദൈവം, നിങ്ങളിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.